ഹലോ, വെൽക്കം ടു എൻആസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് അമീൻസ് അതിലെ കുറെ റിയാക്ഷൻസ് നമ്മൾ കണ്ടു, പല പ്രിപ്പറേഷൻ മെത്തേഡ് കണ്ടു. അടുത്ത പ്രിപ്പറേഷൻ മെത്തേഡാണ് റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ്. അപ്പൊ നമുക്ക് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനോ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ നൈട്രൈൽസിൽ നിന്നും അമീൻസ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് റിഡക്ഷൻ പലതരത്തിൽ ചെയ്യാം. നമുക്ക് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് റിഡക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം പോലെയുള്ള കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് LiAlH4 വെച്ചിട്ട് നമ്മൾ റിഡക്ഷൻ നടത്തുന്നു. ഇപ്പൊ നമ്മൾ ഈ നൈട്രൈലിലേക്ക് ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യാണ് ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ Na. ഓക്കെ, അപ്പൊ നമ്മള് നൈട്രൈലിലേക്ക് നമ്മള് ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യാണ് ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. നമുക്ക് കിട്ടും RCH2NH2. ദാറ്റ് മീൻസ് പ്രൈമറി അമീൻ. ഓക്കെ, അപ്പൊ നമ്മൾ റിഡക്ഷൻ റിയാക്ഷനിൽ ഹൈഡ്രജനെ ആഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമ്മൾ നൈട്രൈൽസിനെ നമുക്ക് രണ്ട് രീതിയിൽ റിഡക്ഷൻ നടത്താന്ന് പറഞ്ഞു. ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുന്ന പ്രസൻസ് ഓഫ് നിക്കൽ അല്ലെങ്കിൽ പലേഡിയം അല്ലെങ്കിൽ പ്ലാറ്റിനം പോലെയുള്ള കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നമുക്ക് റിഡക്ഷൻ നടത്താം. അല്ലെങ്കിൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന്റെ പ്രസൻസിൽ നമുക്ക് റിഡക്ഷൻ നടത്താം. പിന്നെ ഇവിടെ ഒരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്ന നൈട്രൈലിൽ എത്ര കാർബൺ ആണോ ഉള്ളത്, ആ കാർബണേക്കാളും ഒരു കാർബൺ കൂടുതലായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന അമീന്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ റിയാക്ഷനെ പറയും അസെന്റ് ഓഫ് അമീൻ സീരീസ് എന്ന് നമ്മൾ ഈ റിയാക്ഷനെ പറയും. കാരണം ഇവിടെ നൈട്രൈലിൽ എത്ര കാർബൺ ആണോ അതിൽ നിന്നും ഒരു കാർബൺ കൂടുതലായിരിക്കും, അപ്പൊ ഇൻക്രീസ് ചെയ്യുന്നു. അടുത്ത പ്രിപ്പറേഷൻ മെത്തേഡ് ആണ്, അതും റിഡക്ഷൻ ആണ്. ഇവിടെ നമ്മൾ അമൈഡിന്റെ റിഡക്ഷൻ ആണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത് അമൈഡാണ്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മള് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വെച്ചിട്ട് നമ്മൾ റിഡക്ഷൻ നടത്താണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും അമീൻ. ഓക്കെ, അപ്പൊ ഇത് റിഡക്ഷൻ ഓഫ് അമൈഡ് ആണ്. അടുത്ത ഒരു റിയാക്ഷൻ ആണ്, ഒരു നെയിം റിയാക്ഷൻ ആണ്, ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. ഓക്കെ, അപ്പൊ ഈ മെത്തേഡിലൂടെ നമുക്ക് അമീനെ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മുടെ റിയാക്ടന്റ് എന്ന് പറഞ്ഞതാണ് താലിമൈഡ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ പൊട്ടാസ്യം എഥനോയിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിക്കുമ്പോൾ ഈ KOHലെ ഈ OHും ഈ Hും കൂടെ റിയാക്ട് ചെയ്തത് വാട്ടറായി മാറുന്നു. അങ്ങനെ ഇവിടെ Hന്റെ സ്ഥാനത്ത് നമ്മുടെ പൊട്ടാസ്യം വരുന്നു. ഈ Hും OHും കൂടെ വാട്ടർ ആയിട്ട് പോകുന്നു. അപ്പൊ ഇതെന്താണിത്? പൊട്ടാസ്യം സോൾട്ട് ഓഫ് താലിമൈഡ്. ഇനി ഈ പൊട്ടാസ്യം സാൾട്ട് ഓഫ് താലിമൈഡ് ഇതിനെ നമ്മൾ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുകയാണ്. ഓക്കെ, ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ K ഇവിടുന്ന് മാറി ആ സ്ഥാനത്ത് ആര് വരുന്നു? ഈ ആൽക്കൈൽ R ഇവിടെ വരുന്നു. ഓക്കെ, ഓക്കെ, R എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് അല്ലെ, ആൽക്കൈൽ പോസിറ്റീവ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. അപ്പൊ N മൈനസ് ചാർജ് ആണ്. അപ്പൊ ഈ R Nലേക്ക് വരുന്നു, ഈ K ഇവിടെ നിന്ന് മാറിപ്പോകുന്നു. ഇതെന്താണിത്? ഇത് N ആൽക്കൈൽ താലിമൈഡ് ആണ്. ഓക്കെ, N ആൽക്കൈൽ താലിമൈഡ്. നമ്മള് അമീൻസിന്റെ നോമൻക്ലേച്ചർ പഠിച്ചപ്പോ പറഞ്ഞു, നമ്മളിപ്പം നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കൂടെ നൈട്രജൻ വരികയാണെങ്കിൽ നമ്മൾ പ്രിഫിക്സ് N ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ Nന്റെ കൂടെ ആരാ വന്നിരിക്കുന്ന? ആൽക്കൈൽ ഗ്രൂപ്പ്. സോ അതുകൊണ്ട് നമ്മൾ പ്രിഫിക്സ് N ഉപയോഗിക്കുന്നു. അപ്പൊ ഇതെന്താണ്? N ആൽക്കൈൽ താലിമൈഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അമീനെ കിട്ടണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രോളിസിസ് ചെയ്യണം ഇൻ പ്രസൻസ് ഓഫ് സ്ട്രോങ് ബേസ്. ദാറ്റ് ഈസ് NaOHന്റെ പ്രസൻസിൽ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് അമീൻ കിട്ടും. ഓക്കെ, നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ONA
ONA പ്ലസ് ബാക്കി എന്താണുള്ളത് ഇവിടെ ഈ NaOH അതിന്റെ ONA ഇങ്ങോട്ടേക്ക് വന്നു, ബാക്കി RNH2. ഇതെന്താ ഇത്? ഇതാണ് നമുക്ക് വേണ്ടത് അല്ലേ, നമ്മുടെ പ്രൈമറി അമീൻ ആണിത്. ഓക്കെ, അപ്പൊ നമ്മള് N-ആൽക്കൈൽ താലിമാഡിനെ ഹൈഡ്രോളിസിസ് ചെയ്തു ഇൻ പ്രസൻസ് ഓഫ് സ്ട്രോങ് ബേസ്. നമുക്കിവിടെ നമ്മുടെ പ്രോഡക്റ്റ് കിട്ടി, പ്രൈമറി അമീൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കിവിടെ ഈ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിൽ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് പ്രൈമറി അമീൻ ആണ്. നമുക്ക് ഈ ഒരു റിയാക്ഷൻ വെച്ചിട്ട് സെക്കൻഡറി അമീൻ അല്ലെങ്കിൽ ടെർഷ്യറി അമീൻ അതുപോലെ ആരോമാറ്റിക് അമീൻസ് അതിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവിടെ നമ്മള് ഈ പൊട്ടാസ്യം സാൾട്ട് ഓഫ് താലിമൈഡ് നമ്മൾ അതിനെ എന്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യിച്ചത്? ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, ആൽക്കൈൽ ഹാലൈഡ് വെച്ച് റിയാക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ആൽക്കൈൽ അമീൻ കിട്ടിയത്. ഓക്കെ, RNH2 നമുക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, ഈ ആൽക്കൈൽ ഹാലൈഡിലെ ഈ RX ഇവ തമ്മിലുള്ള ഈ ബോണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ ഈസിയാണ്, എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മൾ ആരോമാറ്റിക് അരൈൽ ഹാലൈഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അരൈൽ ഹാലൈഡ് എടുത്താൽ മാത്രമേ നമുക്കിവിടെ ആരോമാറ്റിക് അമീൻ ഇവിടെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ അരൈൽ ഹാലൈഡ് ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ ആരോമാറ്റിക് അമീനെ നമുക്ക് കിട്ടുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റിയാക്ഷൻ വെച്ചിട്ട് ആൽക്കൈൽ അമീനെ മാത്രമേ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. ആരോമാറ്റിക് അമീൻ അതുപോലെ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീനെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻ എന്ന് പറയുമ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആവണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രിപ്പറേഷൻ മെത്തേഡ്. അപ്പൊ നമ്മൾ ഇന്ന് 3 പ്രിപ്പറേഷൻ മെത്തേഡ് കണ്ടു: റിഡക്ഷൻ ഓഫ് നൈട്രേറ്റ്, റിഡക്ഷൻ ഓഫ് അമൈഡ് ആൻഡ് ദെൻ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.